ഇപ്പോ എന്നോട് വലിയ സ്നേഹമൊക്കെയാ. ആ സാഹചര്യത്തിൽ സന്തോഷത്തോടെ കാര്യങ്ങൾ പോട്ടേന്ന് കരുതി. എന്ത് വിഡ്ഢിത്താ നീ ഈ പറയുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതില്ല. നന്ദനെ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞ അവള് നടക്കുന്നത്. അതിന് മാറ്റം വന്നിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എന്തു മാറ്റത്തെ കുറിച്ചാ നിങ്ങൾ പറയുന്നത്? നിന്നെ നോക്കി അവളൊന്ന് ചിരിച്ചു കാണിച്ചിട്ടുണ്ടാവും. അതില് നീ വീണു പോയിട്ടുണ്ടാവും. അമ്മ അത് വിട്. അമ്മ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. അല്ലേ ചേച്ചി, മീരയ്ക്ക് യഥാർത്ഥത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതേടി. അമ്മ പറഞ്ഞതുപോലെ ചിരിച്ചു കാണിച്ചു. ആ മാറ്റമാണോ? അല്ല ശാരി, പൊതുവെയുള്ള അവളുടെ എടുത്തിയാട്ടം കുറഞ്ഞു. എല്ലാരോടും ഒരു സ്നേഹവും തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോയുടെ കാര്യോ? അതൊക്കെ ഒരു തമാശ എന്ന രീതിയിൽ അവളെ കൊണ്ട് ഒരു പോസ്റ്റ് കൂടി ഇടിക്കാം. വരട്ടെ. പറയും പോലെയൊക്കെ നടന്നാ കൊള്ളാം. ആ അതിരിക്കട്ടെ, നിന്റെ പഠിത്തം എന്തായി? ഓ, അത് കഴിഞ്ഞിട്ടി. അടുത്ത ആഴ്ച എക്സാം. എക്സാം കഴിഞ്ഞാ ജോലി അന്വേഷിച്ചു തുടങ്ങണം. അച്ഛനെവിടില്ലേ? അച്ഛനും ഒരു ജോലി അന്വേഷിച്ചു പോയിരിക്കുക. അച്ഛൻ ജോലി അന്വേഷിച്ചു പോയെന്നോ? ആ, കുറച്ചു ദിവസമായിട്ട് അച്ഛനും ഒരു വിഷമം. തന്റെ പിടിപ്പേട് കൊണ്ടാ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നേന്ന് സ്വയം ഒരു തോന്നല്. ശാരി, ഒന്നിങ്ങി വാ. ദേ, അമ്മ കയറ് പൊട്ടിച്ചു തുടങ്ങി. വാ വാ നന്ദേട്ടാ. ആരാ? ദേവിയുണ്ടോ? അല്ലെങ്കിൽ നന്ദമോൻ? ഇല്ല, രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ. ആ, അയ്യോ. എന്താ കാര്യം? ഇല്ല, ഒന്നുമില്ല. അതെ, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വന്നതാണോ? അല്ല, സാരമില്ല, ഞാൻ പിന്നെ വന്നോളാം. അതായിക്കോട്ടെ. ഞാൻ ചോദിച്ചത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണോന്നാ. അങ്ങനെയാണെങ്കിൽ അവരെ ഫോൺ വിളിച്ച് പറയാം. അല്ല, ഞാൻ പിന്നെ കണ്ടോളാം. ആളാരാണെന്ന് പറഞ്ഞിട്ട് പോ. ഇവിടുത്തെ ദേവികയുടെ അച്ഛനാ. ദേവികയുടെ അച്ഛനാണോ? എന്നിട്ടാണോ അങ്കിൾ ഒരു വഴിപോക്കനെ പോലെ വന്ന് കാര്യം ചോദിച്ചിട്ട് പോകുന്നേ? വന്നേ വന്നേ വാ. അല്ല, മോളാരാ? ഞാനിവിടുത്തെ ആള് തന്നെയാ. പേര് മീര. ഓ, മീര. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ പെൺകുട്ടി. ദേവിയെ കണ്ണീര് കുടിപ്പിക്കാൻ മാത്രമായിട്ട് ഭൂമിയിൽ അവതരിപ്പിച്ച സ്ത്രീ. ഇതാണ് മീര. എന്താ അങ്കിൾ? കുട്ടിയാണല്ലേ മീര? അതെ, എന്നറിയോ? അറിയാം, എല്ലാം അറിയാം, നന്നായിട്ടറിയാം. ഇവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. എന്നെ കുറിച്ച് ദേവിക പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? അങ്കിളുടെ മനസ്സിൽ ഞാനൊരു രക്ഷസായിരിക്കും അല്ലേ? ദേവികയുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന രക്തരക്ഷസ്. ദേവികയെ പീഡിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന മീര അല്ലേ? എന്തായാലും അങ്കിൾ അകത്തേക്ക് വാ. അങ്കിളിന്റെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലായി.
ദേവികയുടെ ശത്രുവായിരുന്ന മീര പഴയ മീരയാ. അത് കഴിഞ്ഞു. പണ്ടത്തെ മീരയായിരുന്നെങ്കിലേ ദേവികയുടെ അച്ഛൻ വന്നു എന്നറിഞ്ഞ ദേഷ്യപ്പെടുകയായിരിക്കും ചെയ്യാ. എന്നിട്ടിതാ അങ്കിള് വന്നിട്ട് തിരിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോ വഴി തടഞ്ഞു നിൽക്കുന്നു. വ്യത്യാസം കണ്ടോ? ഞാനാണ് സത്യം. ഇതിപ്പോ പുതിയ മീരയാ, മാറിയ മീര. ദേവികയോട് ഞാൻ കൂട്ടായി കഴിഞ്ഞു. ഓ, കണ്ടതിൽ സന്തോഷം. ഞാൻ എന്തായാലും ഇപ്പൊ പോട്ടെ മോളെ. പറ്റില്ല അങ്കിളെ, ഇവിടെ വന്നിട്ട് അങ്ങനെ അങ്ങ് തിരിച്ചു പോകാൻ പറ്റില്ല. വന്നേ വന്നേ, വാ വാ, ഞാനല്ലേ പറഞ്ഞേ, വാ. അങ്കിൾ ഇരിക്കങ്കിൾ. അയ്യോ വേണ്ട മോളെ, ഞാനിവിടെ നിന്നോളാം. ദേ അങ്കിൾ, അങ്കിൾ ഇരിക്കത്തില്ലെങ്കിൽ ഞാനും ഇരിക്കില്ല. മോളെ എനിക്കറിയാം, മോളെന്നെ കളിയാക്കല്ലേ, എന്നെ പരീക്ഷിക്കല്ലേ. വഴക്ക് പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ പരിഹസിക്കല്ലേ. അങ്കിള് സംശയിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയൊക്കെയാ അങ്കിളുടെ മോളോട് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 100% സത്യസന്ധമായിട്ട് അങ്കിളെ പറയുന്നേ. അങ്കിൾ ഇരിക്കേ, ഇങ്ങോട്ട് ഇരിക്കങ്കിളെ. ഇനി പറ, അങ്കിൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാണോ അതോ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കയറിയതാണോ? സത്യത്തിൽ ഞാനൊരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ജോലിയോ? ആർക്കാ അങ്കിളെ ജോലി? എനിക്ക് തന്നെയാ മോളെ. അങ്കിളിനോ? അതെ മോളെ, ചില സമയങ്ങളിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നീങ്ങില്ലല്ലോ. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇതുവരെ ഒരു ജോലി അന്വേഷിക്കാൻ മടി പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പ്രായമൊക്കെ എത്രയായില്ലേ, ആരാ എനിക്കൊരു ജോലി തരാൻ? ഞാൻ തരാം അങ്കിളെ. സത്യ, ഞാൻ റെക്കമെൻഡ് ചെയ്ത അങ്കിളിന് ജോലി തരാൻ ഒരാളുണ്ട്. അതാരാ? പ്രഭേന്റി. എന്റെ പൊന്നോ, 100 ആയുസ്. പ്രഭാന്റി എന്ന് പറഞ്ഞ് തീർന്നില്ല. ദേ ആള് പ്രത്യക്ഷപ്പെട്ടു. ആന്റി, ആളിനെ മനസ്സിലായോ? കൊള്ളാം. ഞാൻ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇയാളെ. എന്താണ് ഈ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം? ആന്റി, എന്താ ഇത്? ഇത് നമ്മുടെ ദേവികയുടെ അച്ഛനാ. അച്ഛനും കൊള്ളാം, മോളും കൊള്ളാം. ഞാനൊരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. പോകുന്ന വഴിക്ക് നന്ദമോനെ ഒന്ന് കാണാൻ കയറിയേ ഉള്ളൂ. നന്ദൻ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ സ്ഥലം വിടല്ലോ. ഓ ശരി. ആന്റി, ഞാൻ അങ്കിളിന് വാക്ക് കൊടുത്തു പോയി. എന്തു വാക്ക്? അങ്കിളിന് ഒരു ജോലി കൊടുക്കാന്ന്. ജോലി കൊടുക്കാന്നോ? അതെ, നമ്മുടെ കമ്പനിയിൽ വേക്കൻസികൾ കാണുമല്ലോ. അങ്കിളിന് പറ്റുന്നൊരു ജോലി കൊടുക്കാൻറ്റി. പാവം, ഈ പ്രായത്തിലൊരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലയാന്ന് വെച്ചാ കഷ്ടമല്ലേ? നമുക്കറിയാവുന്ന ഒരാളുടെ അച്ഛനല്ലേ. ഇവിടെ ജോലി കൊടുത്തു എന്നറിയുമ്പോ ദേവിക്കും സന്തോഷാവും. അല്ല, പെട്ടെന്നൊരു ജോലി തരാൻ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും. ഒഴിവ് കാണില്ലല്ലോ. എന്തൊഴിവ് കാണൂലെന്ന് ആന്റി വിചാരിച്ച ഇല്ലാത്തൊഴിവ് താനേ ഉണ്ടാവും. ആന്റി പ്ലീസ്, ഞാൻ ഇതുവരെ ആന്റിയോട് പ്രത്യേകിച്ച് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇതിപ്പോ എന്റെ ആദ്യത്തെ ആവശ്യ. പ്ലീസ്. മീര, ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതാ. ശരി, ആന്റി ഒരു 5 മിനിറ്റ് ആലോചിക്കേ,
എന്നിട്ട് കൊടുക്ക്. ശരി, മോള് പറയുന്നല്ലേ, നമുക്ക് നോക്കാം. താങ്ക് യു. ഇതിന്റെ ഭവിഷ്യത്തുകള് മോള് തന്നെ അനുഭവിച്ചോണം. എന്ത് ഭവിഷ്യത്തുകള്? ആന്റി നോക്കിക്കോ, കമ്പനിക്ക് നല്ലൊരു സ്റ്റാഫ് ആവും അങ്കിള്. നന്ദിയുണ്ട്. മരണം വരെ ഞാനിത് മറക്കില്ല. അങ്കിൾ, രജനി ചേച്ചി, എനിക്കിന്ന് ടൺ കണക്കിന് സന്തോഷ. എന്റെ ജന്മദിന ദിവസം ഒരാൾക്ക് ജോലി കൊടുക്കാൻ, അല്ല കൊടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ആർക്കാ മീര ജോലി കൊടുപ്പിച്ച? ദാ അങ്കിളിന്, നമ്മുടെ കമ്പനിയില്. എന്റെ വാക്കിന്റെ പുറത്ത് ആന്റി ജോലി കൊടുത്തു. സത്യാണോ? അതേ ചി, സത്യം. അങ്കിൾ ഇരിക്കെ, നമുക്കൊരു ചായ കുടിക്കാം. ഞാനേ ഒരു ചായ എടുത്തിട്ട് വരാം. ഞാൻ ജോലി തന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ മകന്റെ ഭാര്യയുടെ ശുപാർശ. അങ്കിള് കാര്യമാക്കണ്ട. ദേവികയും അവളുടെ ഭർത്താവ് നന്ദനും പുറത്തു പോയിരിക്കോ? ദേവിക അല്ലാതെ നന്ദന് വേറെ ഭാര്യയില്ല. അങ്കിൾ ഇരിക്കെ, ചായ കുടിച്ചിട്ട് പോയാ മതി. ഒന്ന് ചിരിക്കമ്മേ. ഓ ഛേ, ശരിയായില്ല. മതിയടി നിന്റെ ഫോട്ടോ എടുക്കല്. ഇത്തിരി ചോറുണ്ടിട്ട് പോവാൻ പറഞ്ഞപ്പോ സമയമില്ലാത്ത മോള. വേഗം പോയിക്കോട്ടെ. എന്താ അമ്മ ഇത്? ഞങ്ങൾ ചായ കുടിച്ചില്ലേ? ഓ, വലിയ കാര്യായി പോയി. അമ്മേ, മീരത്തമ്പുരാട്ടിയുടെ ബർത്ത്ഡേ ആയിട്ടെ അവിടെ വലിയ ലഞ്ചൊക്കെ കാണും. അതുകൊണ്ടല്ലേ? പിന്നെ ലഞ്ച്. നന്ദൻ ഇറങ്ങി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ, എന്താ ചേച്ചി? ആ, നീ എവിടെയാടാ? ആ, ദേവിയുടെ വീട്ടിലൊന്ന് കയറിയതാ. ഇപ്പൊ ഇറങ്ങും. അവളുടെ കയ്യിൽ ഫോണൊന്ന് കൊടുത്തേ. ആ, കൊടുക്കാം. രജനി ചേച്ചിയാ? എന്തേ? ഒന്നും പറഞ്ഞില്ല. ആ ചേച്ചി, ഞങ്ങള് വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയതാ. എന്താ ചേച്ചി? ഒന്നുമില്ല. ദേവികയുടെ അച്ഛനിവിടെ വന്നിരുന്നു. അവിടെയോ? അതിന് ടെൻഷൻ ആവുന്ന എന്തിനാ? ഇത് ദേവികയുടെ കൂടെ വീടാ. നിന്റെ അച്ഛൻ ഇവിടെ അവകാശത്തോടെ തന്നെ വരാം. അച്ഛനങ്ങനെ സാധാരണ ഇവിടെ വരാറില്ലല്ലോ. പിന്നെ ഇവിടെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അടുത്തെവിടെ ഒരു ജോലിക്കാര്യത്തിന് വന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും ഒരു വാർത്തയുണ്ട്. നല്ല വാർത്തയാണോ മോശം വാർത്തയാണോന്ന് എനിക്കറിയില്ല. ദേവികയുടെ അച്ഛന് നമ്മുടെ കമ്പനിയിൽ ജോലി ആയിട്ടുണ്ട്. അയ്യോ, എന്താ ചേച്ചി പറയുന്നേ? ആ, അമ്മയോട് മീര ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ അമ്മ സമ്മതിച്ചു. അയ്യോ, അത് വേണ്ടായിരുന്നു. അച്ഛൻ ഒരു ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ... നീ വിഷമിക്കണ്ട. ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. എന്താണ് അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനൊരു കാര്യം? അവിടെ വീട്ടിലെന്തെങ്കിലും സംസാരം മറ്റും ഉണ്ടായോ? എന്തായാലും അച്ഛനോട് അങ്ങോട്ടായിട്ട് ജോലി കിട്ടിയ കാര്യം ചോദിക്കണ്ട. ശരി ചേച്ചി. നിങ്ങളെപ്പോ വരും? ഞങ്ങളിതേ ഇറങ്ങുവോ?
ശരി. ശരി ചേച്ചി. എന്താടി? അമ്മേ, അച്ഛൻ ചന്ദ്രത്ത് പോകുന്നു പറഞ്ഞായിരുന്നോ? ഇല്ല. അയ്യോ, ഈശ്വര, ഇനി ഇവിടെ പോയോ? മീരയോട് പോയി വഴക്കുണ്ടാക്കിയോ? വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. ജോലി വേണോന്ന് അപേക്ഷിച്ചു, ജോലി കൊടുക്കുകയും ചെയ്തു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ ചന്ദ്രത്ത് പോയി ജോലി ചോദിച്ചു. മീര ശുപാർശ ചെയ്തിട്ട് അച്ഛന് ജോലി കൊടുത്തുന്ന്. മാധവേട്ടന്റെ ഒരു കാര്യം, അവിടെ ചെന്ന് ജോലി തരുമെന്ന് ചോദിച്ചു കാണുവോ? നന്ദന്റെ അമ്മ എങ്ങനെയായിരിക്കും മാധവേട്ടനോട് പെരുമാറിയിട്ടുണ്ടാവുക? ഭിക്ഷ കൊടുക്കുന്നത് പോലെ ആയിരിക്കും ജോലി കൊടുത്തത്. ശാരികെ, ഇതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞങ്ങളുടെ കമ്പനിയല്ലേ. എന്ന് വെച്ച് മീരയുടെ ശുപാർശയിൽ ജോലി വേണോ? അതിലും ഭേദവേ പട്ടിണി കിടക്കുന്നതാ. ആ മീര എന്തൊക്കെയാണാവോ പറഞ്ഞിട്ടുണ്ടാവുക? അമ്മേ, എന്ത് വന്നാലും ഈ ജോലിക്ക് പോവാൻ അച്ഛനെ അനുവദിക്കരുത്. ശരി, എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. ഞങ്ങളുടെ കമ്പനിയിലല്ലേ ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ നോക്കട്ടെ എങ്ങനെ നിയമിച്ചെന്ന്. തൽക്കാലം ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട. ദേവി, നമുക്കിറങ്ങാം. ശരി അമ്മേ. ശരി അമ്മേ, ഇനി ഇതിന്റെ പേരിൽ അച്ഛനോട് വഴക്കൊന്നും ഇടണ്ട അമ്മേ. പോട്ടെ. ഈ അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ഇങ്ങോട്ട് വരട്ടെ. അച്ഛൻ പോയി അല്ലേ ചേച്ചി? കുറച്ചു നേരമായി പോയിട്ട്. ആവശ്യമില്ലാത്ത കാര്യം അച്ഛൻ ചെയ്തത്. ശേ, ആകെ നാണക്കേട് തോന്നുക. അങ്ങനെ ചിന്തിക്കാതെ പോട്ടെ, കഴിഞ്ഞില്ലേ? പക്ഷേ വളരെ നല്ല രീതിയിലാണ് മീര ഇടപെട്ടത്. ആണോ? സത്യം. അവള് മാറിയെന്നും പുതിയ ആളായെന്നൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ? അതൊക്കെ നേരായിരുന്നു. അവളുടെ ഇപ്പോഴത്തെ രീതികളൊക്കെ കാണുമ്പോ അത് ഉറപ്പിക്കാം. ഇനി അവള് വേറെന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്തോ? അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും എല്ലാ ക്രെഡിറ്റും ഗിരീഷേട്ടനാ. എന്താ ചേച്ചി, പെട്ടെന്ന് ശബ്ദമൊക്കെ നിലച്ചു പോയോ? ഇതെന്താടി കയ്യില്? ഇന്ന് മീരയുടെ ബർത്ത്ഡേ അല്ലേ, ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ കരുതി. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവൾ ഇതൊക്കെ എന്ത് അർത്ഥത്തിലെടുക്കുമെന്ന് എങ്ങനെ അറിയാം? സാരമില്ല ചേച്ചി, നമ്മളോടൊക്കെ ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നല്ലേ. ബർത്ത്ഡേ ആയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? ദാ നന്ദു, വാ. വാ. മോൾക്ക് കഴിക്കാറായോ? ഇല്ല, നന്ദ വരട്ടെ. ശ്ശെ, ഫോണില് ചാർജ് തീർന്നു. ഞാനൊന്ന് ചാർജിനിടട്ടെ. മീര, എന്താടാ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ദാ
ഒരു ചെറിയ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. സത്യം പറയാം, നന്ദന്റെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റിന് ഞാൻ വല്ലാതെ കൊതിച്ചിരുന്നു. ഇന്ന് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കിത് കിട്ടുമെന്ന്. താങ്ക് യു സോ മച്ച്. എന്റെ വുഡ് ബി എനിക്ക് എന്താണ് വാങ്ങിത്തരുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതെനിക്ക് കിട്ടുമെന്ന്. ലവ് യു നന്ദ, ലവ് യു സോ മച്ച്. ഇതിനുള്ളിൽ എന്ത് തന്നെയാണെങ്കിലും അതെന്റെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ടതാ. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങാൻ ആഗ്രഹിച്ച ശേഷം നീ എനിക്ക് തരുന്ന ആദ്യത്തെ ഗിഫ്റ്റ്. മോളെ, നന്ദന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എത്രയാണെന്ന് മനസ്സിലായോ? അതൊക്കെ ഞാൻ എന്നേ മനസ്സിലാക്കി കഴിഞ്ഞു ആന്റി. ഇപ്പതാ അത് പൂർണ്ണതയിലെത്തി.